ഗൈസ്, നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട് ഓക്കെ. അപ്പോൾ അത് കാണാനാണ് പോകുന്നത് കേട്ടോ. നമുക്ക് സ്റ്റെപ്പുണ്ട്. ആടെന്തോ യോഗ എന്തോ നടക്കുന്നതെന്നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാവലൻ. അയ്യോ ഞാൻ കണ്ട്. സത്യം പറ, ഇവരുടെ ഉദ്ദേശം എന്താണ്? വായനൊക്കെ രാവിലെ കഴിഞ്ഞു. പഴുതെല്ലാം ഉണ്ടോ? അപ്പോൾ ഏതോ അച്ഛൻ അവിടെ കിടക്കുന്നു ഗൈസ്. നമ്മുടെ ലാൽബാഗ്. ഗൈസ്, രാവിലെ എല്ലാവരും എക്സസൈസ് ചെയ്യണേ. ഞങ്ങളുടെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും പൊരിഞ്ഞ വെയിൽ കാരണം പൊരിഞ്ഞ വെയിൽ കാരണം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറാറില്ല ഓക്കെ. ഇപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഒരു സമയം 7 മണി. എവിടെ എൻ്റെ വാച്ച്? 7 മണി. ആരത്? കുടുംബ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ 7 മണിയായി ഗൈസ്. നമ്മൾ ഇവിടെ എല്ലാവരും എക്സസൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ മാത്രം ഇങ്ങനെ വെറുതെ ചൊറിയും കുത്തി വന്നിരിക്കുന്നു. ഞാൻ മടിവാളിയിലേക്ക് പോയതാണ്. അപ്പോൾ പോയി വരുമ്പോൾ എനിക്ക് ബാത്റൂം പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ ആകുമ്പോൾ ഫ്രീ ബാത്റൂം ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇവിടെ പൈസ ഉണ്ട് കേട്ടോ, 5 രൂപയാണെന്ന് തോന്നുന്നു. പക്ഷേ എൻട്രി ഫീസും ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഈ ഒരു ഇതിൻ്റെ ഫ്ലവർ ഷോ അല്ല ഈ ഒരു ഗാർഡനിലേക്ക്, ലാൽബാഗ് ഗാർഡൻ എന്നാ പറയാ. അപ്പോൾ ഈ ഒരു ഗാർഡനിലേക്ക് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 50 രൂപ കേട്ടോ ഓക്കെ. 17-ാം തീയതി വരെ ഫ്ലവർ ഷോ ഉണ്ട്. 7-ാം തീയതി മുതൽ 17-ാം തീയതി 15-ാം തീയതി വരെ ഗൈസ് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ. ഇതൊരു വലിയ കാടാട്ടോ. ഈ കാടിനുള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ നായകൻ ഓക്കെ. അപ്പോൾ എൻട്രി ഫീസ് 50 രൂപയാണ്. നിങ്ങൾക്ക് വരാം കേട്ടോ. ഇനി ഫ്ലവർ ഷോ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 50-100 ആക്കും. കാരണം ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വരില്ലേ, അപ്പം കളക്ഷൻ കൂടുതലേ, അതുകൊണ്ടായിരിക്കാം ഗൈസ്, എനിക്കറിയാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു മല കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ താഴേക്കാണ് പോകുന്നത്. താഴെ ഇത് മൊത്തം കാടാട്ടോ, നിറച്ച് കാടാണ്. പിന്നെ നമ്മൾ ചില സമയത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നവർ കാണാം, IT കാരൊക്കെ ഇല്ലേ, അപ്പം സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് ഓക്കെ. ഒരുപാട് സ്ഥലമുണ്ട് നടന്നാൽ നമ്മൾ തീരയിൽ അത്രയും സ്ഥലമുണ്ട്. പിന്നെ ഭയങ്കര സേഫാണ് ഇവിടെ, കാരണം പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കര സേഫാണ്. അപ്പോൾ നമുക്ക് പെൺപിള്ളേർക്കൊക്കെ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മല കടന്ന് ഇത് വലിയ മലയൊന്നുമല്ല കേട്ടോ, നമുക്ക് ഒന്ന് ഓടി കയറാൻ പറ്റുന്ന മല മാത്രമേ ഉള്ളൂ ഓക്കെ. ഇനി ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട് ഗൈസ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം എന്നൊക്കെ പറയാം കേട്ടോ, അത്രക്കും അടിപൊളി സ്ഥലമാണ്. ഫ്ലവർ ഷോൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏഴാം തീയതി മുതലാണ് ഫ്ലവർ ഷോ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലുള്ളവരാണെങ്കിലും പുറത്തുനിന്ന് ബാംഗ്ലൂരേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. അടിപൊളി 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 അടിപൊളി.
ചെറിയ ചെടികൾ അടിപൊളി ഉണ്ടല്ലേ. നമ്മളന്ന് എവിടെയാ പോയിനി ഫ്ലവർ ഷോ കാണാനേട്ടാ? ഉണ്ടപ്പോ കുഞ്ഞ നന്ദിനിയോ? ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. ഞാൻ എവിടെ കിടന്നുറങ്ങും. അല്ല ഇവിടെയല്ല അല്ലേട്ടാ. ആ അവിടെ, സോറി അവിടെ. ഉണ്ടപ്പൂ വരാ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഉണ്ടപ്പൂ ഇവിടുത്തെ മരങ്ങൾ നോക്കൂ. ഇവിടെ ജോൺസായി മരം ഉണ്ടായിട്ടാ. ഒരു ബോൺസായി, ജപ്പാനിലുള്ള ബോൺസായി മരമാണ് ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പോൾ എടാത്തോരപ്പാ മറ്റേ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിറച്ചും ഇതായിരിക്കും, ചെടിയായിരിക്കും. ആ പിന്നെ റോസ് കൊണ്ട് ഉണ്ടാക്കും. കാലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഗൈസ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, എന്താണ് പറയാനുള്ളത് പറയൂ. ആ നമ്മുടെ മയിലിൻ്റെ സ്ഥലമില്ല ഏട്ടാ. ഏട്ടാ ആ മയിലില്ലേ അവിടെ ഇല്ല. മയിലും കുറേ. സോറി ബ്രദർ. വെള്ളം ഓടിക്കട്ടെ. കട്ടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ തോർപ്പൻ, മിസ്റ്റർ തോർപ്പൻ, നിങ്ങൾക്കൊരു വിചാരമുണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടോ ഇവിടെ ഭയങ്കര രസമാണ് ഗൈസ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഉണ്ടാകും, നിങ്ങൾ വരാം. ഇവിടെ ഒരു മയിലിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാ മോനി, അത് ഫുൾ ഉണ്ടപ്പാ വന്നേ. ആ മയിലിൻ്റെ സ്റ്റാച്ചു നോക്കിയേ ഗൈസ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക നോക്കി നിങ്ങളെ. നമ്മുടെ ഇതാ ഞാൻ പറഞ്ഞ മയിൽ നോക്കിയേ, എന്ത് രസമായി കാണാൻ. ഇത് മറ്റേ ഹിബക്ക് അയച്ചു കൊടുക്കണം. ഹിബ അന്ന് ചോദിച്ചതേ ഇല്ലു. ഗൈസ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ മയിൽക്കൂട്ടൻ. ഞാൻ എല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് അയക്കുന്നില്ല കേട്ടോ. എല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇടുന്നില്ല. കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ഇടുന്നില്ലു. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വന്നിട്ട് കാണുക ഗൈസ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒന്നാമത് ചെടി ഇഷ്ടമാണ്. ഇവിടുന്ന് ചെടി പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകട്ടെ. പക്ഷേ എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. എന്താ ചിലപ്പോൾ കൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇത് മതിയാക്കും.